ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 634 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സ്ലീബ പെരുന്നാൾ. മുമ്പ് പരാജയത്തിൻ്റെയും അപമാനത്തിൻ്റെയും ബലഹീനതയുടെയും ചിഹ്നമായിരുന്നു സ്ലീബ. എന്നാൽ ഇളകിമറിയുന്ന സാഗരത്തെ ശാന്തമാക്കിയ, അതിൻ്റെ മുകളിലൂടെ നടന്ന് അനേകർക്ക് ആത്മാവിൻ്റെ ജീവജലം പകർന്നു നൽകിയവൻ കുരിശിലേറിയതോടെ സ്ലീബ വറ്റാത്ത സ്നേഹത്തിൻ്റെയും കരുണയുടെയും മഹത്വത്തിൻ്റെയും അടയാളമായി മാറ്റപ്പെട്ടു. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ സ്ലീബ കണ്ടെടുത്തതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. സുറിയാനി പിതാവായ മൂശ ബർക്കീഫോ ഇങ്ങനെ എഴുതി: സ്ലീബ കണ്ടെടുത്തതിൻ്റെ ഓർമ്മയോടുകൂടെ മശിഹായെ നമ്മൾ അനുസ്മരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്ലീബായുടെയും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെയും ഓർമ്മ ഒന്ന് തന്നെയാകുന്നു. 7-ാം നൂറ്റാണ്ടിൽ കുസ്തന്തീനോസ് പോലീസിൽ രചിക്കപ്പെട്ട ക്രോണിക്കോൺ പാസ്കലി എന്ന കൃതിയിൽ നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ AD 320 സെപ്റ്റംബർ മാസം 14-ാം തീയതി കണ്ടെടുത്തു എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഈ കുരിശിനെ കുറിച്ച് പറയുമ്പോൾ കുരിശിൻ്റെ നെടുകെയുള്ളതായ ഭാഗം അത് മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുറുകെയുള്ളതായ ഭാഗം അത് മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധത്തെയും കുറിക്കുന്നു. രണ്ടും അടിസ്ഥാനമായിട്ടുള്ളത് സ്നേഹത്തിലാണ്. നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയും ഇതുതന്നെയല്ലേ? കർത്താവ് എന്താണ് നമ്മളോട് കൽപ്പിച്ചത്? നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധമായ സ്ലീബ പെരുന്നാളിൻ്റെ ദിവസത്തിൽ സ്നേഹിക്കുന്നവരായി മാറുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.